ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജി ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തൻ രാധേ രാധേ രാധേ. എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാധേ 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 എന്ന് വിളിക്കുന്നുള്ളൂ. ഈ രാധ എന്ന് പറയുന്നത് നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് നോക്കിയാണ്. ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ, അതായത് ഭഗവാന്റെ ജന്മഭൂമിയിൽ ചെന്നാൽ അവിടെ എല്ലാവരും രാധേ 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 എന്നേ വിളിക്കൂ. പക്ഷേ എല്ലാവരും ചോദിക്കുന്നത് രാധയുണ്ടോ? പക്ഷെ രാധയുണ്ട്. വൃന്ദാവന ഭൂമിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോൾ തന്നെ രാധാദേവിയുടെയും ആ ഒരു പ്രതിമ അവിടെ ഉണ്ടാവും. കാരണം രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് മാത്രമേ നമ്മൾക്ക് എവിടെ പോയാലും കാണാൻ കഴിയുകയുള്ളൂ. രാധയും കൃഷ്ണനും മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ രാധാദേവിയെക്കുറിച്ച് നമ്മൾക്ക് അറിവില്ല. കാരണം രാധാദേവി എങ്ങനെ ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. പക്ഷേ രാധാദേവി ഉണ്ട്. എന്നാൽ എന്തെന്ന് വെച്ചാൽ ഒന്നിലും നമുക്ക് ഭാഗവതത്തിലോ ഒന്നും രാധാദേവിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചു, എൻ്റെ രാധയെക്കുറിച്ച് എല്ലാവരും അറിയണമല്ലോ. അതിന് ശ്രീധാമാവിൻ്റെ ശാപത്താൽ രാധ ഭൂമിയിൽ ജനിക്കാനിടയായി. അതായത് വൃഷഭാനുവിൻ്റെ മകളായിട്ട് വൃന്ദാവനത്തിലെ ബർസാനയിൽ ജനിക്കാനൊരവസരം രാധാദേവിക്കുണ്ടായി. അപ്പം രാധ പോയി കഴിഞ്ഞാൽ, അതായത് ഗോലോകത്തുനിന്ന് ഭൂലോകത്തോട്ട് രാധ വന്നു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ അവിടെ ഉണ്ടോ? കൃഷ്ണന് രാധയില്ലാതെ കഴിയത്തില്ലല്ലോ. അങ്ങനെ കൃഷ്ണനും ഒരു ജന്മമെടുത്തു, ദേവിയുടെ ഗർഭത്തിൽ വരികയും അവസാനം രാധയും ആയിട്ട് കണ്ടുമുട്ടുകയും വൃന്ദാവന ലീലകളെല്ലാം അവിടെ ആടുന്നതാണ് നമ്മൾക്ക് ജയദേവ കവി അതായത് ഗീതാ ഗോവിന്ദത്തിലൂടെ കാട്ടിത്തരുന്നത്. അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നത് എൻ്റെ രാധാദേവിയെക്കുറിച്ച് എല്ലാവർക്കും അറിയണമല്ലോ. അങ്ങനെ ഭഗവാൻ തന്നെ വന്ന് ജയദേവൻ്റെ വേഷത്തിലും പത്മാവതിയുടെ വേഷത്തിലും രാധയായിട്ട് വന്ന് നമ്മൾക്ക് ഗീതാ ഗോവിന്ദത്തിലൂടെ അഷ്ടപതി, അതായത് 24 അഷ്ടപതിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. 24 അഷ്ടപതിയിലും വൃന്ദാവന ലീലകളാണ്. ഭഗവാന്റെ വൃന്ദാവനത്തിലെ ആ നിധിവനമൊക്കെ പോയി കാണണം. ഞാൻ കണ്ടു. നിധിവനത്തിലെ രാസലീലകളാണ്. ഈ രാധയും കൃഷ്ണനും ഗോപികമാരും ഒക്കെ ആടുന്ന രാസലീലകളാണ് ഗീതാ ഗോവിന്ദത്തിലൂടെ ജയദേവ കവി നമ്മൾക്ക് കാട്ടിത്തരുന്നത്. ജയദേവനാരാണപ്പോൾ ഭഗവാനാണ് ജയദേവൻ. പുരി ജഗന്നാഥനാരാ ഭഗവാനാണ്. അപ്പോൾ ആ ജഗന്നാഥനാണ് അഷ്ടപതി. അപ്പോൾ അഷ്ടപതി എല്ലാവരും നമ്മൾ പഠിച്ച് ചൊല്ലണം. ഒരുപാട് പേർക്ക് രാഗങ്ങളോ ഒന്നും, പക്ഷെ അത് ഒരുവിധം രാഗങ്ങളിൽ ചൊല്ലണമെന്നാണ് പറയുന്നത്. എല്ലാ പേർക്കും എല്ലാ രാഗത്തിലും നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് കുറച്ചെങ്കിലും, എനിക്കും നന്നായിട്ട് ചൊല്ലാനെന്ന് പറയുന്നത്, എന്നാലും കുറച്ചെങ്കിലും നമ്മൾ ഒരു ചെറിയ രാഗത്തിൽ നമ്മൾ അഷ്ടപതി പഠിച്ച് നമ്മൾ ഗുരുവായൂർ പോയി സമർപ്പിച്ച് അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അഷ്ടപതി ഗീതാ ഗോവിന്ദം അറിയുമ്പോൾ തന്നെ ഭഗവാനെയും രാധാദേവിയെയും നമുക്ക് അറിയാൻ കഴിയും. രാധ ആരാണ്, കൃഷ്ണൻ ആരാണ് എന്ന് ഗീതാ ഗോവിന്ദത്തിലെ അഷ്ടപതി 24 പഠിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം അറിയാൻ കഴിയും. പക്ഷെ ആദ്യത്തെ 2 അഷ്ടപതി ഭഗവാന്റെ അവതാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെയാണ് അതിൽ പറയുന്നത് ഭഗവാനെ കുറിച്ച്. പക്ഷേ 3ാമത്തെ അഷ്ടപതിയിൽ കുറിച്ച് തൊട്ട് തുടങ്ങുമ്പോൾ തന്നെ രാധയും കൃഷ്ണനും തമ്മിലുള്ള രാസലീലകളും ഗോപികമാരോടൊത്ത് ഭഗവാനെ പിടിച്ചുകൊണ്ട് പോയി രാസലീലകൾ രതിക്രിയൊക്കെ ആടുന്നത് രാധ അറിയുകയും സഖിമാർ ചെന്ന് ലളിത വിശാഖി സഖിമാർ ചെന്ന് രാധയോട് പറയും. പക്ഷെ രാധയ്ക്ക് യാതൊരു പിണക്കമോ പരിഭവമോ അതിലുണ്ടാവത്തില്ലേ. എൻ്റെ കൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പരിഭവിക്കണം എന്ന് രാധയുടെ പരിഭവങ്ങളും ഇല്ലാത്ത ആ ഒരു രതിക്രീഡകളെ രാധയുടെയും ആ സൗന്ദര്യത്തിൻ്റെയും ഭഗവാന്റെ സൗന്ദര്യത്തെ രാധ വർണ്ണിക്കുന്നതും ഒക്കെ 24 അഷ്ടപതിയിലെ 24 അഷ്ടപതി നമുക്ക് വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഗീതാ ഗോവിന്ദം. എല്ലാവരും ഒന്ന് പഠിച്ച് നമ്മളത് ചൊല്ലാൻ ശ്രമിക്കണം. ഗുരുവായൂരൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ അഷ്ടപതിയുടെ ഈ ബുക്കൊക്കെ നമ്മൾക്ക് എനിക്ക് ദേവി ബോക്സ് തന്നതാണ് ഈ അഷ്ടപതിയുടെ ബുക്ക്. അതുകൊണ്ട് ഇതിൽ അഷ്ടപതി മാത്രമേ ഉള്ളൂ. പിന്നെ അഷ്ടപതി അല്ലാത്ത അർത്ഥങ്ങളുള്ള വേറെ ബുക്കുകളുണ്ട്. കാരണം അതും കൂടെ വായിക്കുമ്പോൾ നമുക്ക് അഷ്ടപതി എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ
രാധയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും. അപ്പോൾ ഇതിൽ നിന്ന് വായിക്കുമ്പോൾ രാധയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വൃന്ദാവനത്തിലെ നിധിവനങ്ങളിൽ ഗോപികമാരും രാധയും ഒത്ത് രാത്രി, അതായത് രാത്രി, പിന്നെ രാത്രി 7 മണിക്ക് ശേഷം നമുക്ക് വൃന്ദാവനത്തിൽ നിധിവനത്തിൽ പ്രവേശനമില്ല. കാരണം രാധയും ഗോപികമാരും ഭഗവാനും ഒക്കെ അവിടെ വന്ന് രാസലീല ആടുകയാണ്. അത് ഒരാൾക്ക് ഒളിഞ്ഞിരുന്ന് കണ്ടെന്നും അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ആ വ്യക്തി അവിടെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് വൃന്ദാവനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ആർക്കും അവിടെ അതിനുശേഷം ഒരു കിളികൾ പോലും അവിടെ അതിന് മുകളിൽ പറക്കത്തില്ല. അപ്പം ഈ ഗീതാ ഗോവിന്ദത്തിലെ വൃന്ദാവനത്തിലെ മൊത്തം രാസലീലകളാണ് ഈ ബുക്കിലൂടെ ജയദേവ കവി നമുക്ക് കാട്ടിത്തരുന്നത്. അതുകൊണ്ട് എപ്പോഴായാലും ഒരു അഷ്ടപതി, 1-2 അഷ്ടപതിയെങ്കിലും നമ്മൾ പഠിച്ച് നമ്മൾ ഗുരുവായൂർ പോയി ചൊല്ലണം. അഷ്ടപതി പഠിക്കുമ്പോൾ തന്നെ, പക്ഷേ എനിക്കും ഒന്നും അറിയത്തില്ല, വായിക്കാനൊന്നും. പക്ഷേ ഞാനൊരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അഷ്ടപതി പഠിക്കുന്നുണ്ട്. എന്നാലും അത് അഷ്ടപതി വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാക്കുകളൊക്കെ എനിക്കറിയാതെ ഞാൻ തന്നെ ചൊല്ലി പോകുന്നു. ഒരുപാട് രാഗങ്ങളിലും ചെറിയ രാഗത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് വലിയ പാട്ടുകാരിയായി പാടണമെന്നൊന്നും പറയുന്നില്ല. നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ അഷ്ടപതി പഠിച്ച് ചൊല്ലുക. അപ്പോൾ എല്ലാവരും രാധയെ നമ്മൾ അറിയണമെങ്കിൽ, രാധയോടുള്ള സ്നേഹം അറിയണമെങ്കിൽ, കൃഷ്ണന് രാധയോടുള്ള എങ്ങനെയാണ് രാധയോടുള്ള സ്നേഹം അറിയണമെങ്കിൽ ഈ ഗീതാ ഗോവിന്ദം നമ്മൾ വായിച്ച് പഠിച്ചിരിക്കണം. അതാണ് ഈ രാധ. അപ്പോൾ എല്ലാവരും ചോദിച്ചു രാധയുണ്ട്, രാധ കൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന രാധയാണ്. പക്ഷേ രാധ കൃഷ്ണനാണ്, കൃഷ്ണൻ രാധയാണ്. അപ്പോൾ അതുകൊണ്ട് രാധാകൃഷ്ണന്മാർ നമ്മൾ അറിയണമെങ്കിൽ ഗീതാ ഗോവിന്ദം വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ആ ഗീതാഗോവിന്ദൻ്റെ ഓരോരോ രാസലീലകൾ വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ തന്നെ രാധയും കൃഷ്ണൻ്റെ ആ പ്രേമ സല്ലാപങ്ങളും രതിക്രീഡകളും രാസലീലകളുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.